ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈസി ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈവൻ ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കിലോ അടുത്ത് നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്ത ചിക്കൻ പീസസാണ്. പിന്നെ കുറച്ച് ബേ ലീഫ്, അത് ഫ്രഷ് ആയിട്ടുള്ള ബേ ലീഫാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ജസ്റ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് സവാള, ഒരു 2 മീഡിയം സൈസ് സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ പച്ച മസാല, അത് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ച മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. അതിനായിട്ട് ഞാൻ ചിക്കൻ പീസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടി ആയാൽ നമ്മൾ കരിഞ്ഞു പോകും പെട്ടെന്ന്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു ഹാഫ് ആൻ അവർ കഴിവതും മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സോ അരി ഞാൻ നമ്മുടെ ഈ മെഷറിംഗ് കപ്പിന് 2.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. അത് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും അരി എടുക്കുമ്പോഴത്തേക്കിന് കഴുകിയ ശേഷം മാത്രമേ സോക്ക് ചെയ്യാനായിട്ട് വെക്കാവുള്ളൂ. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി അരി നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 3-4 സ്റ്റാർ അനൈസ്, പിന്നെ നമുക്ക് ഒരു 3-4 ഗ്രാമ്പു, 2-3 ഏലക്കായ, അതേപോലെ തന്നെ ഇനി ഞാനിപ്പം നമ്മുടെ ബേ ലീഫ്, നല്ല പച്ച ബേ ലീഫ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അതാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റൈസിന്. പക്ഷേ അതിപ്പോൾ ഞാൻ ചേർക്കുന്നില്ല, ലാസ്റ്റേ ചേർക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു 5-6 കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബേ ലീഫ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നെയ്യുമൊക്കെ ചേർക്കണം, അതല്ല ആ സമയത്താണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് എണ്ണ ചൂടായപ്പോഴേക്കും ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പം കറിക്കും പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ എല്ലാവരും ചിക്കൻ കറി വെക്കുമ്പം പ്രത്യേകിച്ച് ബിരിയാണിക്കൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 2 to 3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ ചിക്കൻ പീസസ് ഫുള്ള് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ അടുത്ത് നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നാരങ്ങാനീര് വേണമെങ്കിലും ചേർക്കാം. എന്നാലും നമ്മൾ നാരങ്ങാനീര് ചേർത്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ അരി ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ഒരു 3 ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്തിട്ട് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. വെട്ടി തിളയ്ക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അരി ഇടാനായിട്ട് പാടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് അരിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ അരി ഒരു 80% വേകുന്നവിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്തരം പൊടികളാണ് നമ്മുടെ ചിക്കൻ കറിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കിന് ആ പൊടിയുടെ ആ ഒരു കുത്തലും ഉണ്ടാവില്ല, അതുപോലെ പെട്ടെന്ന് തന്നെ വഴണ്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി വറുത്തെടുത്ത അതേ എണ്ണയിലേക്കാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ, ഗാർലിക്, അതുപോലെ തന്നെ പച്ചമുളക് ചതച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സവാളയുടെ ആ ലൈറ്റ് ബ്രൗൺ കളറ് ഒന്ന് നന്നായിട്ടൊന്ന് വാടിയെടുക്കുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ ഏകദേശം നമ്മൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ബേ ലീഫ്, ഒരു 2 ബേ ലീഫും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടി വരുന്നിടം വരെ ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു മിക്സും കൂടെ ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് ആ മുളകിൻ്റെ ആ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ട് ആ പൊടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അന്നേരം അതിൻ്റെ ആ ഒരു കുത്തലും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നതും വരെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോയുടെ ഒരു പകുതിയിൽ 1/4 ടൊമാറ്റോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 പീസ് നമുക്ക് പിന്നത്തേക്കിന് വേണം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറി നമ്മുടെ ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് അലുത്ത് വരണം കേട്ടോ. ആ ആവിയിൽ നന്നായിട്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ടൊരു തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ വരാനായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആ ഒരു പരുവത്തിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള്, ഒരു പിഞ്ച് പഞ്ചസാര, ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷെ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിലോ അതിൽ പകുതി നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ളതാണ്, റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഒരു പിടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രൈഡ് ഓണിയൻ ചേർക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടൊമാറ്റോ, ഒരു 5-6 പീസ് ടൊമാറ്റോ ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് വേവിക്കാം. ഓൾറെഡി നമ്മൾ വെന്തതാണ് ചിക്കൻ, എന്നാലും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു 80% ഉള്ളൂ കേട്ടോ ചോറ് വെന്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു, നന്നായിട്ട് തിളച്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പം ഏകദേശം 1/4 ഭാഗത്തിൽ കൂടുതലായിട്ട് ഇത് വെന്തിട്ടുണ്ട്, 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു ഗ്രേവി ആയിട്ട് വേണമല്ലോ, അതിനായിട്ട് നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, 1 മിനിറ്റ് അതെല്ലാം ഒന്നുകൂടി സെറ്റാകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് 2 പ്ലേറ്റ്സിലാക്കിയിട്ട് അത് നിവർത്തി ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വെള്ളം കെട്ടാനായിട്ടുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഇങ്ങനെയാകുമ്പം ഒന്നൊന്നും ഒട്ടാതെ നമുക്ക് നന്നായിട്ട് ചോറ് കിട്ടും. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ക്കകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുങ്കുമപ്പൂ സാഫ്രോൺ ഉണ്ടെങ്കിൽ
അതാണെങ്കിലും പാലിൽ മിക്സ് ചെയ്തിട്ട് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെ നമുക്ക് ഫസ്റ്റ് ചിക്കൻ ഒരു ലെയറാക്കി കൊടുക്കാം. ഒരു ഫസ്റ്റ് നമ്മൾ 3/4 ഭാഗവും ചിക്കൻ ആടിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇനി നിങ്ങൾക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ഈ കൂട്ടത്തിൽ കട്ട് ചെയ്തിടാം. അതല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കാം. അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നട്ട്സും റൈസിൻസും ഞാൻ ചേർക്കുന്നില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ചും നെയ്യ്, നമ്മൾ ഈ പറഞ്ഞ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ആ ഒരു യെല്ലോയിഷ് കളർ കിട്ടാനാണ്. അതിന് മുകളിൽ ഫ്രൈഡ് ഓണിയൻ ചേർത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പുതിനയില നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ സാധാരണ പുതിനയില ഇട്ട് അങ്ങനെ ബിരിയാണി വെക്കാറില്ല, പക്ഷേ നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇനി കുറച്ച് ചിക്കന് അതിലേക്ക് ഒരു 3-4 പീസ് ചിക്കനാണ്, ഒത്തിരി ഗ്രേവി ഞാൻ അതിലേക്ക് വെക്കുന്നില്ല. ജസ്റ്റ് ഒരു 3-4 പീസ് ചിക്കൻ വെച്ചിട്ട് അതിന് മുകളിൽ പിന്നെ നമുക്ക് ചോറിട്ടിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബാക്കി ചോറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി വന്നിട്ടുണ്ടായിരുന്നു, അത് മേളിലൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് സെറ്റ് ചെയ്ത് നെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ഓണിയൻസും അതുപോലെ നമ്മുടെ മല്ലിയിലയും ചേർത്തിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെക്കാം. അപ്പം നമ്മൾ വെക്കുമ്പോൾ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വളരെ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് വെക്കുമ്പോൾ നന്നായിട്ട് ദമ്മായിട്ട് വന്നോളും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ മൈദ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി ആയി വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 10 മിനിറ്റ്സ് 12 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ അങ്ങനെ വെച്ചിട്ട് തുറക്കുകയാണെങ്കിലും നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ബിരിയാണിയാണ്. വലിയ ഹെവി ആയിട്ടുള്ള മസാലാസ് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.